സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം രണ്ട് രീതിയിലാണ്. അതായത് ഒന്ന്, കാലത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, പല പല പ്രശ്നങ്ങൾ, ലോകാവസാനത്തെക്കുറിച്ചൊക്കെ ഉള്ള ചില ലക്ഷണങ്ങൾ പറയുന്നു. ഒപ്പം മറ്റൊരു കാര്യം പറയുകയാണ്, നിങ്ങളെ എല്ലാവരും പീഡിപ്പിക്കും. യേശുവിനെ പ്രതി നിങ്ങളെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ പോലെ നാം ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പീഡനം തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അതായത് സത്യത്തെ ആണ് നീ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ലോകം അന്ധകാരത്തിലായതുകൊണ്ട് വെളിച്ചമാണ് നീ ഫോളോ ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അന്ധകാര ശക്തികളുടെ പ്രവർത്തനം നിൻ്റെ മേലുണ്ടാവും. അത് യേശുനാമം നിമിത്തമാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് ആശ്വാസമാകും. അതല്ല മറ്റെന്തെങ്കിലും കാരണമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീ പ്രതികരിക്കാൻ തുടങ്ങും. യേശുനാമം നിമിത്തമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്കാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.